റിജിത്ത്, നിലവിൽ ഈ മേപ്പാടി ജുമാ മസ്ജിദിൽ ഏതാനും ചില രക്ഷാപ്രവർത്തകരുണ്ട്. ഇവർ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ധാരാളം ആളുകൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് പ്രത്യേകമായി ചോദിക്കാം. ഇന്നത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു നിങ്ങളോട് പോയപ്പോൾ കണ്ടത്? അവിടെ നിലവിൽ ഒരുപാട് മറ്റ് NDFR അവരെ നമ്മുടെ പട്ടാള അവരെ ഒന്നിച്ചിട്ടൊക്കെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് വൈറ്റ് ഗാർഡും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ വിക്കായ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള ഒരുപാട് പോയപ്പോൾ കണ്ടത് എന്തായിരുന്നു? നിലവിൽ ബോഡി നേരെ അക്കരയിൽ നിന്ന് ഇങ്ങേക്ക് കൊണ്ടുവരുന്നൊരു ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ JCB റോപ്പ് വെച്ച് അപ്പുറത്ത് രക്ഷാപ്രവർത്തകർ എടുക്കുമ്പോൾ നമ്മൾ റോപ്പ് വലിച്ച് ഇങ്ങോട്ടും ഇത് ബോഡി കൊണ്ടുവന്നത് ആംബുലൻസ് കയറ്റി ഇവിടെ കൊണ്ടുവരിക, ഇവിടുന്ന് കണ്ടോൺമെൻറ്റ് ഹാളിൽ വെച്ച് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായത്. ഈ അട്ടമല ഭാഗത്തേക്കൊക്കെ എന്ന് പോകാൻ പറ്റിയിരുന്നു? അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പറ്റിയില്ല. അവിടെ ഫുൾ മിലിറ്ററിൻ്റെ അണ്ടറിലാണ് ഉണ്ടായത്. നമ്മൾക്ക് ഇക്കരെ നിൽക്കാനേ അനുവാദം ഉണ്ടായിട്ടുള്ളൂ. അവർ ബോഡി തന്നാൽ പിന്നെ ആംബുലൻസിൽ കയറ്റുക, പിന്നെ ഇവിടെ മെയ്യത്ത് പരിപാലനം ഇതായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കൂടിയത്. അതായത് സൈന്യം അവിടുന്ന് എത്തിക്കുന്ന ആളുകളെയും ബോഡിയും ഒക്കെ തന്നെ ആംബുലൻസിൽ എത്തിക്കുകയായിരുന്നു. പിന്നെ ഇവിടുന്ന് പള്ളിയിൽ ഏതാളിൻ്റെ പേര് ടൂണാണ്, അവിടെ ആളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ മയ്യത്ത് കുളിപ്പിച്ച് പള്ളിയിലേക്ക് മറവടന്ന പരിപാടി ഇന്നുണ്ടായത്. കൂടുതൽ ബോഡികൾ നാളെ കാലത്ത് രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 6 മണി മുതൽ തുടങ്ങാനുള്ള തീരുമാനമുണ്ട്. നിലവിൽ എന്തൊക്കെ തടസ്സങ്ങൾ അന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനമായിട്ടുണ്ട്? അവിടെ ക്രോസ് ചെയ്യാൻ നമുക്ക് പാലം നിലവിലുള്ളത് ഒളിച്ചു പോയിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന് നല്ല കുത്തുവയ്ക്കുണ്ട്. അങ്ങോട്ട് കിടക്കാൻ ഒരു മാർഗ്ഗവുമില്ല. മിലിറ്ററി വന്നതിന് ശേഷമാണ് അപ്പുറം കിടക്കേണ്ട താൽക്കാലികമായ പാലങ്ങളൊക്കെ നിർമ്മിച്ചത്. മിലിറ്ററി വന്നുകൊണ്ട് ഇത്രയും ബോഡി ഇപ്പുറം എത്തിക്കാൻ പറ്റിയത്. ഇന്ത്യൻ മിലിറ്ററിയുടെ വലിയൊരു ത്യാഗം ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നിലവിൽ താൽക്കാലിക പാലമൊക്കെ അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നാളത്തെ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമായിരിക്കും, വളരെ ഉപകാരപ്പെടും പാലം. പിന്നെ നല്ല കാലാവസ്ഥ കുറച്ചും കൂടി നല്ലതാണെങ്കിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും. നിലവിൽ ഇവിടെ ഈ മയ്യത്ത് നമസ്കാരം കബറടക്കമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നടന്നിട്ടുണ്ട്. ഏകദേശം 10-20-30 മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് മയ്യത്തുകൾ ഇവിടെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും വരാനുണ്ടെന്ന് പറഞ്ഞത് ഒരു 3 മയ്യത്ത് ഒരു വീട്ടിൽ തന്നെ ഇല്ല, 3 മയ്യത്ത് ഇപ്പോൾ വരാനുണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് മയ്യത്ത് തിരിച്ചറിയാനുണ്ട്. മോർച്ചറിലുള്ളത് മയ്യത്ത് തിരിച്ചറിഞ്ഞ മയ്യത്ത് അതായത് ബന്ധുക്കൾ വന്ന് ഏറ്റെടുത്ത് മറടന്ന് സംവിധാനം ഇതുവരെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നാളെ കാലത്ത് ബാക്കിയുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നു. റിജിത്ത്, നിലവിൽ ഈ സൈന്യം ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുത്തി നൽകുന്ന ആളുകൾ അതോടൊപ്പം തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ ആംബുലൻസിൽ കയറ്റി അത് ആശുപത്രിയിലേക്കും എത്തിക്കുന്ന ചുമതലയിൽപ്പെട്ട രക്ഷാപ്രവർത്തകരാണ് നമ്മോട് സംസാരിച്ചത്. ഇവർ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിലവിൽ കൂടുതൽ ഈ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഈ പള്ളിയിൽ വെച്ചാണ് ഈ മയ്യത്ത് നമസ്കാരം പുരോഗമിക്കുന്നത്. ഇവിടുത്തെ ചില സന്നദ്ധ പ്രവർത്തകരൊപ്പം തന്നെ പള്ളിയിലെ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അതിനുശേഷം ഇവിടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കുന്നു. ഒപ്പം തന്നെ സമീപ പള്ളിയിലെ ഖബർസ്ഥാനിലും നിലവിൽ ഖബറടക്കം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.